ഹലോ, ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കറി വിത്ത് വിറകടുപ്പ്. മേക്കിംഗ് ഫോർ ചിന്നമോൾ. നമ്മുടെ ചിന്നമോണ വക ഒരു സ്പെഷ്യൽ ബീഫ് കറി വെക്കുവാണേ. അപ്പൊ നമ്മുടെ വീട്ടിലേ അടുപ്പൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഒരടുപ്പൊക്കെ കൂട്ടി തീ കത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാം ഗ്യാസ് സ്റ്റവ് വെക്കുന്നോണ്ടേ അടുപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് തീയൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമം നടത്തുവാണേ. ചിന്നമോൾ ഇപ്പൊ വരുന്നതായിരിക്കും. അവളുടെ വകയാണ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കറി, അടുപ്പിൽ വെക്കുന്ന ബീഫ് കറി. എന്തൊക്കെയോ പൊട്ടി തെറിക്കുന്നു. അയ്യോ, നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ടേ ഞങ്ങൾ ഇന്ന് ഇത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറകൊക്കെ വാങ്ങിച്ചതാ കേട്ടോ. പൊന്നുണ്ണി അതെല്ലാം പെറക്കിക്കൊണ്ട് അത് മതി കൊണ്ടുപോവാ. നമ്മുടെ പാചകറാണി അടുത്തായിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുന്നതാണേ. കടുക് വറ ബീഫ് കറി വെക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ. ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് എല്ലാം എടുത്തിട്ടിട്ടുണ്ടേ. എടാ നീ കുത്തിക്കെടുത്തല്ലേ. നല്ല അസാധ്യ പോകാൻ വരുന്നുണ്ട്. നമ്മുടെ കിണറിന്റെ സൈഡിൽ കൊണ്ടുവന്നാണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. രാജീവ് വരുന്നേ ഉള്ളൂ. രാജീവ് പുറത്ത് പോയിക്കുമായിരുന്നു. ചിന്നമോൾ ഇവിടെ ഇന്ന് പുകയ്ക്കകത്ത് ആറാടാൻ പോവാ കേട്ടോ. ഗ്യാസേ മാത്രം നമ്മൾ വെക്കുന്നുണ്ടേ നമുക്ക് ഈ പുകയൊന്നും വലിയ പിടുത്തമില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാന്നൊക്കെ നമുക്കറിയാമല്ലോ. അടുപ്പിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കും. അതെ, ചൂട് പഠിക്കുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ വെച്ചേ നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഇത് കാണുന്നവരൊക്കെ വരിക്കും പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഭയങ്കര അതിശയം അടുപ്പയിലൊക്കെ വെക്കുന്നത് ഇത്ര കാണിക്കാമെന്ന്. ഞങ്ങളങ്ങനെ അടുപ്പിൽ വെക്കാറില്ല, ഞങ്ങളെല്ലാം ഗ്യാസേ വെക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരും ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. കണ്ണുണ്ടോ ഗൈസ്? അപ്പൊ ഗൈസ് നല്ല പുക കണ്ണിലോട്ട് അടിക്കുവാണ്. തീയാണേല് ഇപ്പോഴാണ് കത്തിയത്. അത് ഞാൻ തൊടണം, കത്തണമെങ്കിൽ. കൊണ്ട് വയ്യ ഗൈസ്, ഒരാവേശത്തിലാണെങ്കിൽ. അപ്പൊ പണ്ടത്തെ അമ്മമ്മമാരൊക്കെ എന്ത് കഷ്ടപ്പെട്ടു വന്നല്ലേ. നല്ലോണം ഇളക്കി എടുക്കുന്നുണ്ട്. പാചകക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് കറിവേപ്പില ഇല്ല ഗൈസ്. കറിവേപ്പില അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി കറിവേപ്പില അപ്പുറത്തെ വീട്ടിൽ പോയി എരന്ന് വാങ്ങിച്ചോണ്ട് വെച്ചല്ലേ. നമ്മുടെ സ്വന്തം കരിവേപ്പില. വരൂ ഗൈസ്, കാണിക്കാം. നിന്റെ സ്വന്തം കരിവേപ്പില എന്ത് നോക്കൂ ഗൈസ്, കഷ്ടം. എന്റെ സ്വന്തം കരിവേപ്പിലയാണ് ഗൈസ്. ഇത്രേ ഉള്ളു, അതിനകത്ത് വലിച്ചു പറിച്ചോണ്ട് പോകുന്നു. അവരെ കൂടെ ഞാൻ കരിവേപ്പിലയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, മതി, കഷ്ടം. അതിന് വായണ്ടായിരുന്നത് കരഞ്ഞേന്. ഞാൻ വലിയ സംഭവത്തോടെ കിടക്കാൻ പോയി തീ എന്റെ കയ്യിലോട്ടാക്കി. നല്ല പൊള്ളിപ്പോയി. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന എന്തിനാ, എവിടെ ഇടാനാ? എവിടെ? യൂട്യൂബ് കേട്ടല്ലോ. പൊന്നുണ്ണിക്ക് നേരെ യൂട്യൂബ് എന്ന് പറയാൻ പോലും അറിയത്തില്ല. ഇത് പ്രത്യേകിച്ച് കാണാൻ കാര്യമൊന്നുമില്ല. നമ്മുടെ ചിന്നമോക്ക് ഒരു സന്തോഷം അനുസരിച്ച് അവളങ്ങ് വാരി പൊത്തുപോയത് കേട്ടോ. ഇൻസ്പെക്ഷന് വേണ്ടി ആള് വന്നിട്ടുണ്ട്, ഫുഡ് ഇൻസ്പെക്ടർ കേട്ടോ. ഭയങ്കര മുളകൊടിയെല്ലാം വാരി വിതറിക്കൊണ്ടിരിക്കുക അവിടെ കേട്ടോ. ഇതിപ്പോ സത്യത്തിൽ എന്നെ കൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുപ്പിക്കുന്നത് ഈ കിണറിന്റെ ചുറ്റും ചെടി ഇരിക്കുന്ന കാണിക്കാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടേ. പാചകം കാണാൻ ദുബായിൽ നിന്ന് വരെ ആൾക്കാർ, കഷ്ടം തന്നെ. ഇവിടുത്തെ ആളും തിരക്കും ബഹളവും ദുബായിൽ നിന്നുള്ള വീഡിയോ കോളൊക്കെ കണ്ടാൽ തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ട് ബീഫ് കറി അടുപ്പിൽ വെക്കുന്നത് ചിന്നമോളാണ്. അവിടെ ഇരിപ്പ് കണ്ടാലും അങ്ങനെയൊക്കെ തോന്നൂല്ലേ. ഇവിടെ ഇപ്പൊ നമ്മുടെ ഒന്നാമൻ, പിന്നെ രണ്ടാമൻ,
മൂന്നാമനെ പിടിച്ചു നിർത്തി ഞങ്ങൾ ഉറക്കി. ഇല്ലെങ്കിൽ ഇപ്പം ഈ ബീഫ് കറിയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും. പിന്നെ ഞങ്ങളുടെ 4-ാമൻ ദാ ഇവിടെ ഇരിപ്പുണ്ട് കാണാനേ. ഹായ് പറഞ്ഞേ, ഹായ്. അപ്പൊ ഗായ്സ് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്തോ എണ്ണേ, അത് 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഊപ്പാട് വന്നിരിക്കുവാണ്, പുക അടിച്ചിട്ട്. എന്നാ ഇട്, കരിയുന്നത്. ഇപ്പൊ 2 ഇട്ടിട്ടുണ്ട്, കണ്ടോ എണ്ണി ചോടുന്നു. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. കുഞ്ഞുകൂട്ടാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഇരിക്കുവാണ്. ഇത് നോക്ക് ഗായ്സ്, പലതരം മുഖം കഴുകൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഉണ്ണിമോക്ക് ഏതാണ്ട് 10-12 ചാനലുകളുണ്ട്, വട്ടായതാ. അതാ ഈ ഗായ്സ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല, തെണ്ണയും പറയുന്നുണ്ട് ഗായ്സ് എന്ന്. ഞാൻ മാത്രമല്ല. നമ്മള് ബീഫും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഞ്ഞുണ്ണി ഉണർന്നു വന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണി നടിപ്പോലെ അതൊക്കെ കണ്ടിട്ട് ചാടി അങ്ങോട്ടൊന്ന് പോയാലെന്നുള്ള ടെൻഡൻസിയിലിരിക്കുക. ആണ് നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടറിനെ ഏൽപ്പിച്ചേക്കുക കുഞ്ഞുണ്ണിയെ കുറേ നേരത്തേക്ക്. ഇവിടെ എല്ലാവരെയും പേടിപ്പിക്കുന്നതാണ് നമ്മുടെ രാജീവ് കേട്ടോ. ഇച്ചിരി ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയം ഇപ്പം. ഉണ്ണിമോളും പൊന്നുണ്ണിയും കൂടെ എവിടൊക്കെയോ ഇരന്ന് കരിയാപ്പിലയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള കുഞ്ഞിനത്തിലേക്ക് എടുത്തിട്ട് നല്ലതാ കഴിയോ. ബീഫ് കറി തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. എന്തോ ചാറ് മാത്രമേ ഉള്ളൂ. കുരുമുളകില്ല. നല്ല കുരുമുളക് പൊടിയാണ്. നല്ല പുക എടുക്കും. അടുത്ത് നമ്മുടെ മെയിൻ സാധനം ഉപ്പിടുവാണേ. പൊന്നുണ്ണി ഭയങ്കര ബേളമാണ് ഇവിടെ നിന്ന്. അടച്ച് ദേ വെച്ചിട്ടുണ്ട്. ഇവിടെ ദേ അലപ്പറ തുറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവൻ ഭയങ്കര അലപ്പറയാ. നല്ലൊരു ടെസ്റ്ററാണ്. എനിക്കെന്താ എനിക്കെന്താ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സാർ എത്തിയിട്ടുണ്ട്. കുഞ്ഞിന് സാറേ കഴിച്ചു നോക്കാം. കൊള്ളാം കൊള്ളാം, സൂപ്പർ പറ സൂപ്പർ. കൊറേ നേരം ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായി എന്ന് നോക്കാം. നല്ല തിളച്ചിരിക്കുന്ന പോകണ്ടോ? വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല മണം കഴിച്ചു. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി.